ഗായ്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ന്യൂസിലൻഡിൽ ഫാമിലി ആയിട്ട് താമസിക്കുന്ന ഒരാൾക്ക് വരുന്ന ലിവിങ് എക്സ്പെൻസിനെ പറ്റിയാണ്. ഓക്കെ, സോ ആദ്യം തന്നെ പറയാനുള്ളത് ഹൗസ് റെൻറ്റിനെ പറ്റിയാണ്. നമുക്കറിയാം യൂറോപ്യൻ കൺട്രീസിൽ ഹൗസ് റെൻറ്റ് അക്കോമഡേഷൻ എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമ്മളൊരു ഹോം ടൂറിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. നമ്മളുടേതൊരു ചെറിയ 2 ബെഡ്റൂം ഹൗസ് ആണെങ്കിൽ പോലും നമുക്ക് പെർ വീക്ക് $530 ആണ് വരുന്നത്. $530 നമുക്ക് ഇലക്ട്രിസിറ്റി, വാട്ടർ ബില്ല്, വൈഫൈ ഇതൊന്നും ഇൻക്ലൂഡഡ് അല്ല. അതിനെല്ലാം സെപ്പറേറ്റ് ബില്ലുകളാണ് ഉള്ളത്. ഇലക്ട്രിസിറ്റി നമുക്ക് പെർ മന്ത് ആകുന്നത് $130 to $150 ആണ്. അത് വിൻ്റർ ടൈം ആകുമ്പോഴും സമ്മർ ടൈം ആകുമ്പോഴും വേറെ വേറെ ബില്ലുകളായിരിക്കും. കാരണം വിൻ്റർ ടൈമിൽ നമ്മൾ ഹീറ്റ് പമ്പൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് അതിനകത്ത് കുറച്ച് വ്യത്യാസങ്ങൾ വരാറുണ്ട്. നെക്സ്റ്റ് വൺ വാട്ടർ ബില്ലാണ്. ഈ ഒരു ഏരിയയിൽ നമ്മൾ വാട്ടറിന് പേ ചെയ്യണം. സോ എവരി 6 മന്ത്ലിയാണ് നമ്മൾ വാട്ടർ ബില്ല് പേ ചെയ്യുന്നത്. $180 ആണ് നമുക്ക് ലാസ്റ്റ് ടൈം ഇവിടെ ആയത്. പിന്നെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വൈഫൈ. $70 പെർ വീക്ക് വൈഫൈക്ക് വേണ്ടിയിട്ടാകും. പിന്നെ മൊബൈൽ റീചാർജിന് വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി പ്ലാൻസ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ചെയ്തേക്കുന്ന പ്ലാൻ എന്ന് പറയുന്നത് മന്ത്ലി $20 ആണ്. പിന്നെ നമുക്ക് എക്സ്പെൻസ് വരുന്ന അടുത്തൊരു സെഷൻ എന്ന് പറയുന്നത് ഗ്രോസറീസ് ആണ്. പാക്ക് ആൻഡ് സേവിലാണ് ഞങ്ങൾ കൂടുതലായിട്ടും സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നത്. കാരണം കുറച്ചും കൂടെ ചീപ്പസ്റ്റ് ആയിട്ട് സാധനങ്ങൾ കിട്ടുന്നത് നമുക്ക് പാക്ക് ആൻഡ് സേവിൽ നിന്നാണ്. പിന്നെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് നമ്മൾ ഫ്രോസൺ ഐറ്റംസും സ്പൈസസും പിന്നെ അരി സാധനങ്ങളൊക്കെ നമ്മൾ ഇന്ത്യൻ സ്റ്റോഴ്സിൽ നിന്നാണ് വാങ്ങിക്കണേ. പാക്ക് ആൻഡ് സേവിൽ നമ്മൾ 2 വീക്സിൽ കൂടെ പോകുമ്പോഴാവുന്ന ഒരു ചാർജ് എന്ന് പറയുന്നത് $150 to $200 ആവും. ഈ പറഞ്ഞ ഇന്ത്യൻ സ്റ്റോറുകളിൽ നമ്മൾ മന്ത്ലി വൺസൊക്കെയാണ് പോകാറുള്ളത്. അപ്പോൾ നമുക്ക് ഒരു $100 നിൽക്കുന്ന ഒരു ചിലവാണ് അവിടെ വരുന്നുള്ളൂ. പിന്നെ വരുന്നത് ഫ്യുവലാണ്. ഡിപ്പെൻസ് ഓൺ ദ ഏരിയ നമുക്കതിൽ ചാർജസിൽ വ്യത്യാസം വരും. $2.5 to $3 പെർ ലിറ്ററിനാവുന്നുണ്ട് ഫ്യുവലിന്. ഇപ്പം നമുക്കിവിടെ നിലവിൽ ഒരു വണ്ടിയേ ഉള്ളൂ. അപ്പം അതിനനുസരിച്ചിട്ട് ആ ഒരു ചിലവ് വരും. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മൾ ഒരു പുറത്തേക്കുള്ളൊരു കൺട്രിയിൽ വന്നു കഴിഞ്ഞാൽ കാറ് മസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. സോ റെഡി ക്യാഷ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കാറൊക്കെ ലോണിന് എടുക്കാൻ പറ്റും. നമ്മുടെ വണ്ടി നമ്മൾ ലോൺ എടുത്തേക്കുന്നതാണ്. അറൗണ്ട് $810 പെർ മന്ത് നമുക്ക് വണ്ടിയുടെ അടവ് പോകുന്നുണ്ട്. കൂടാതെ ഒരു $78 ഇൻഷുറൻസ് ആയിട്ട് പെർ വീക്ക് അതിന് നമുക്ക് പോകുന്നുണ്ട്. പിന്നുള്ളത് മെഡിക്കൽ ഇൻഷുറൻസ്. അറിയില്ല എത്ര പേര് എടുത്തിട്ടുണ്ട്, എത്ര പേര് എടുത്തിട്ടില്ല എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത്. നമുക്കതിന് 2 പേർക്കും കൂടി അറൗണ്ട് $70 ഫോർട്ട്നൈറ്റ്ലി നമുക്കതിനും വേണ്ടി ആവുന്നുണ്ട്. സോ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് വരുന്ന നമ്മുടെ എക്സ്പെൻസുകൾ. ഇതൊക്കെ നമുക്ക് എവറി മന്ത് അല്ലെങ്കിൽ എവറി വീക്ക് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനപ്പുറം നമുക്ക് അല്ലാതെ കുറേ ഫങ്ഷൻസ് അത് ഇതൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് എക്സ്പെൻസുകൾ ഇനിയും ഉണ്ടാവും. സോ ഇപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.